പക്ഷേ ഏറ്റവും വലിയ വിഷമം അവരിവിടെ വന്ന് നിൽക്കുന്ന ആ കാഴ്ച ഒരു വല്ലാത്ത വിഷമകരമായ കാഴ്ചയായിരുന്നു. ഫാമിലി ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് ഞാൻ അവസാനത്തെ ബോഡി വന്നപ്പോൾ ഇവർ പറയുമായിരുന്നു, ദാറ്റ് ഈസ് യുവേഴ്സ് നോട്ട് അസ്, അല്ല നിങ്ങളുടെ ബോഡിയാണ് വന്നത് എന്ന് പറയുന്ന അവരുടെ ഒരു വല്ലാത്തൊരു മുഖമുണ്ട്. വിഷമമായിരുന്നു സത്യത്തിൽ. നമ്മളേറെ വിഷമത്തോടു കൂടി കാത്തുനിന്ന കൺസ്ട്രക്ഷൻ മാനേജറായ ഹിമാചൽ സ്വദേശിയായ വിക്രം റാണയുടെ ഭൗതിക ശരീരം, ഡെഡ് ബോഡിയാണ് ഇപ്പോൾ കണ്ടെത്തിയത്. NDRFൻ്റെ കെഡാവർ ഡോഗ് റാംബോ ആദ്യം സ്മെല്ല് ചെയ്ത് ആ സ്ഥലത്ത് ഇന്നലെ 2-3 തവണ നമ്മൾ സെർച്ച് നടത്തിയതാണ്. പക്ഷേ വീണ്ടും അവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വന്നതായ പരിക്ക് പറ്റി വന്നതായിരിക്കുന്ന ഒരാളുടെ അനുമാനമടക്കം എടുത്ത് വീഡിയോ അടക്കം തുടർ പരിശോധനകൾക്ക് വിധേയമാക്കി അതിനുശേഷം ഡോഗിനെ വിന്യസിച്ച് ഡോഗ് വന്ന് പ്രത്യേകമായി ഒരിടത്തിറങ്ങി നിന്ന് അവിടെ സ്മെല്ല് ചെയ്ത് അവിടെ നിന്ന് തന്നതായ സിഗ്നലാണ് അതിന് പ്രധാനപ്പെട്ട കാരണമായി മാറിയത്. അവിടെ നിന്ന് ബോഡി എടുത്തു. ബോഡി കുടുംബം ഐഡൻറ്റിഫൈ ചെയ്തു. ഇവിടെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഇവിടെയുണ്ട്. ഇതിൽ മനുഷ്യസാധ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ഈ ദുരന്തത്തിന് ശേഷം എല്ലാ ബോഡിയും, ആദ്യം 3 മരിച്ച ബോഡി നമ്മൾ കണ്ടെത്തി. 5 പേർ മിസ്സിംഗ് ആയിരുന്നു. 5 പേരുടെ ബോഡിയും കണ്ടെത്തി അതാതിടത്തേക്ക് ഫാമിലിക്ക് കൈമാറാൻ വേണ്ടി ഇപ്പം വിക്രമിൻ്റെ ബോഡി താലൂക്ക് ഹെഡ്ക്വാർട്ടർ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ആ ബോഡി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് എംബാം ചെയ്ത് ഫാമിലിക്ക് കൈമാറി അവിടെ നിന്ന് എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. സർക്കാരിനെ സംബന്ധിച്ച് ഒരു ദുരന്തമുണ്ടായപ്പോൾ ജില്ലാ ഭരണകൂടം അതുപോലെ സർക്കാർ എല്ലാ രീതിയിലുള്ള മെച്ചപ്പെട്ട ഏകോപനങ്ങൾക്കും നേതൃത്വം കൊടുത്തു. അതിൽ 2 മന്ത്രിമാർക്ക് ചുമതല തന്നു. മനുഷ്യസാധ്യമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏകോപന പ്രവർത്തനങ്ങൾക്കും സർക്കാർ നേതൃത്വം കൊടുത്തു. മുഖ്യമന്ത്രി സ്ഥലത്ത് വന്നു. പ്രിയങ്ക ഗാന്ധി നേരിട്ട് മീറ്റിങ്ങിൽ പ്രിയങ്ക ഗാന്ധി മീറ്റിങ്ങിൽ ഓൺലൈനായി അറ്റൻഡ് ചെയ്തു. ഇന്ന് കാലത്തും ഇന്നലെയും ഒക്കെ ഈ കുടുംബങ്ങളുമായും ഞങ്ങളുമായും നിരന്തരമായ സമ്പർക്കത്തിലാണ്. എല്ലാ ഏകോപന പ്രവർത്തനങ്ങളിലും അവരും പങ്കാളിയായി. ശ്രീ KC വേണുഗോപാൽ ഉൾപ്പെടെ തങ്ങൾ ഉൾപ്പെടെ എല്ലാവരും, മന്ത്രിമാർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ എല്ലാവരും ഇവിടെ വരികയുണ്ടായി. അവരോടൊക്കെ പ്രത്യേകമായിട്ടുള്ള കടപ്പാട് ഈ സമയത്ത്, തന്ന നിർദ്ദേശങ്ങൾക്ക് മുഴുവനുള്ള കടപ്പാട് ഈ സമയത്ത് സർക്കാരിന് വേണ്ടി അറിയിക്കുകയാണ്. അയച്ച ബോഡി ഇപ്പോൾ 5 ബോഡി, അവസാനം മിസ്സിംഗ് ആയിട്ടുള്ള 5 ബോഡിയും നാട്ടിലേക്ക് അയക്കാനുള്ള ക്രമീകരണമായി. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വേറെ ഒരു പരാതിയും ഇല്ലാത്തതുകൊണ്ട്, പ്രാദേശികമായിട്ടുള്ള ഒരു വിഷമകരമായ ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് തെരച്ചിൽ പ്രവർത്തനങ്ങൾ ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും വലിയ വിഷമം അവരിവിടെ വന്ന് നിൽക്കുന്ന ആ കാഴ്ച ഒരു വല്ലാത്ത വിഷമകരമായ കാഴ്ചയായിരുന്നു. ഫാമിലി ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് ഞാൻ അവസാനത്തെ ബോഡി വന്നപ്പോൾ ഇവർ പറയുമായിരുന്നു, ദാറ്റ് ഈസ് യുവേഴ്സ് നോട്ട് അസ്, അല്ല നിങ്ങളുടെ ബോഡിയാണ് വന്നത് എന്ന് പറയുന്ന അവരുടെ ഒരു വല്ലാത്തൊരു മുഖമുണ്ട്. വിഷമമായിരുന്നു സത്യത്തിൽ. ഈ അവസാനത്തെ ബോഡി കിട്ടിയപ്പോൾ ഉള്ള അവസാനം അതിൻ്റെ റിമൈൻസിങ് ബോഡിയെങ്കിലും കിട്ടിയല്ലോ എന്നുള്ള ആശ്വാസം ചെറുതല്ല.